ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നറിയോ? ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നതാണ് കേട്ടോ. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മില്ലറ്റ്. ഇപ്പോഴും മില്ലറ്റ് എന്താണെന്ന് അറിയാത്തവർക്കും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മില്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറിയൽ പോർഷനാണ് കേട്ടോ, ഒരു ധാന്യവർഗ്ഗമാണ്. അരി, ഗോതമ്പ്, ഓട്സ് ഇതൊക്കെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. അരി ഗോതമ്പിനേക്കാളും ഭയങ്കര പോഷക സമൃദ്ധമാണ് മില്ലറ്റ്. ഇനിയും ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ അരി ഗോതമ്പിലും കാർബോഹൈഡ്രേറ്റ് വരില്ലേ? സോ ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഭയങ്കര കുറവാണ്. അതിനേക്കാൾ നാര് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മില്ലറ്റിൽ. തിനകളെന്ന് പറയും, ചെറുധാന്യങ്ങളെന്ന് പറയും. സോ പല പേരുകളിൽ മലയാളത്തിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, മില്ലറ്റ്. സോ ഈ മില്ലറ്റ് നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക്, വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി നമ്മളെ കുഞ്ഞു വാവകൾക്ക്, വീനിങ് ഫുഡ് 6 മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുമക്കൾക്ക് ഇത് കൊടുത്തു തുടങ്ങുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാവർക്കും കഴിക്കാം. ഇത് കഴിക്കാൻ പാടില്ലാതായിട്ടുള്ള ആരുമില്ല. പക്ഷെ ഓരോ ആൾക്കാരും കഴിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഫോമാറ്റ് ഒന്ന് മാറ്റണം. ചുരുക്കം പറഞ്ഞാൽ 6 മാസമുള്ളൊരു കുഞ്ഞു പാവയ്ക്ക് നമ്മൾ കുറച്ച് പോറിഡ്ജ് പോലെ ശർക്കരയൊക്കെ ഇട്ട് അല്ലെങ്കിൽ കരിപ്പട്ടിയൊക്കെ ഇട്ടിട്ട് ഒരു പോറിഡ്ജ് പോലെ നമ്മൾ മില്ലറ്റിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ സെയിം ഒരു റെസിപ്പി ആർക്കും എടുക്കാൻ പറ്റില്ല, ഡയബറ്റീസുകാർക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഡയബറ്റീസുകാർ ഇങ്ങനെ എടുത്തവർക്ക് ഡയബറ്റീസ് കൂടും. ഓക്കെ, സോ പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നതെന്ന് പറയും, ഞാൻ കഴിച്ചു നോക്കി പക്ഷേ ഷുഗർ കൺട്രോൾ ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കഴിച്ചു നോക്കി ഞാൻ വെയിറ്റ് കൂടുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നില്ല. ഇങ്ങനത്തെ കംപ്ലയിൻസുകളാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എടുക്കുന്ന ടൈമും നിങ്ങൾ എടുക്കുന്ന ടൈപ്പ് ഓഫ് റെസിപ്പിയും അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡയബറ്റീസുകാർക്കെങ്കിലും എങ്ങനെ എടുക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്കൊരു പുട്ട് പോലെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തന്നെ വേവിച്ച് റൈസിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ പോലെ യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ബേബീസിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ മീൻസ് ഈ നാച്ചുറൽ ഷുഗേഴ്സ്, അത് നമുക്ക് ഡയബറ്റീസുകാർക്ക് വേണ്ട. ഓക്കെ, പിന്നെ ഈ ഗസ്റ്റേഷ്യൽ ഡയബറ്റീസ്, ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്കും വരുന്ന ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവർക്കും ഈ റൈസിന് പകരം, വൈറ്റ് റൈസിനൊക്കെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. കാര്യം നിങ്ങളുടെ ബേബിക്ക് ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും, ആൻറ്റി ഓക്സിഡൻസ് ആയിക്കോട്ടെ, അയൺ, കാൽഷ്യം, ഇതുപോലെ ഇതിലില്ലാത്ത ന്യൂട്രിയൻസിനും ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ചുരുക്കമാണ് കേട്ടോ, എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. സോ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബ്രാൻഡാണ് കേട്ടോ. ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും മില്ലറ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയി നേരിട്ട് മേടിക്കുന്നതന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനും പേഴ്സണലി ഓർഗാനിക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിലുള്ള കോസ്റ്റിൽ നല്ലൊരു ഡിഫറൻസ് വരും. കാര്യം നമ്മൾ ഓർഗാനിക് സാധനം ഡയറക്റ്റ് മേടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കോസ്റ്റാണ്. എന്നാൽ നമുക്കിത് ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഫറിലൊക്കെയും ഒരുവിധം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല സാധനം കിട്ടും. ഞാനിത് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. കുഞ്ഞിന് ഞാൻ എസ്പെഷ്യലി ഓർഗാനിക് സാധനമാണ് കൊടുക്കുന്നത്. ഇതും ആൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. എന്നാലും ഞാൻ കൂടുതൽ ഞങ്ങൾക്ക് ബാക്കി ഫാമിലി മെമ്പേഴ്സിന് യൂസ് ചെയ്യാനായിട്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, ആദ്യമേ പറയുകയാണ്. ഇത് ഞാൻ ഈ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരെന്ന് പറയുന്നത് മന്ന എന്നാണ് കേട്ടോ. മന്ന എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. ഞാനിത് മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 വെറൈറ്റീസാണ് അവൈലബിലിറ്റി ഉള്ളത്. ഞാനൊരു 2-3 മാസമായിട്ട് മേടിച്ചിട്ട്, പക്ഷേ തിരക്ക് കാരണം ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ട് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ഇതിനെങ്ങനെയാണ് വാഷ് ചെയ്യുന്നതും ഇതിൻ്റെ ബാക്കി പ്രോസസ്സും കൂടെയൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് കോഡോ മില്ലറ്റ് ആണ് കേട്ടോ. കോഡോ മില്ലറ്റ് എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. വരക് എന്നാണ്. കണ്ടോ, മന്ന എന്ന ബ്രാൻഡ് കണ്ടോ. സോ ഇത് ഒരു വെറൈറ്റി മാത്രമാണ്. ഇതുപോലെ എന്തെങ്കിലും ഇനി 2 വെറൈറ്റീസും കൂടെയുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ബാന്യാർഡ് മില്ലറ്റ് ആണ്. കണ്ടോ, ബാന്യാർഡ് മില്ലറ്റ് ആണ്. ഇതിനെ മലയാളത്തിൽ കവതപ്പുല്ലെന്ന് പറയും കേട്ടോ. സോ ഇതാണ് സെക്കൻഡ് വൺ എൻ്റെ കയ്യിലുള്ളത്. തേർഡ് എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റ് ആണ്. ചാമെന്ന് പറയും. ചാമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതാണ് സാധനം. കണ്ടോ,
ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ഡേറ്റ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 2026 ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നോക്കി നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇതിന് നെക്സ്റ്റ് നമുക്കിതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് 2 ടൈപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ നമ്മൾ റൈസ് ബോയിൽ ചെയ്ത് കഴിക്കില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോയിൽ ചെയ്തിട്ട് റൈസിന് പകരം ബാക്കി കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കഴിക്കാം. ഓക്കെ, അത് നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറിൽ അത്ര ഫെമിലിയർ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ടിഫിൻസോട് നമ്മൾ കഴിക്കുന്ന ടിഫിൻസ് ഒക്കെ ഇല്ലേ അതിനോട് ഇതിനെങ്ങനെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് അധികം മടുപ്പൊന്നും ഉണ്ടാവില്ല. അല്ലാതെ ഇത് മാത്രം വെച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ചില ടൈപ്സിൽ എനിക്ക് പേഴ്സണലി അത് മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും പരീക്ഷണാർത്ഥം. പക്ഷേ റെഗുലർ നമ്മുടെ ഒരു റൊട്ടീനിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കത് മടുപ്പാവും. അപ്പം അങ്ങനെ മടുപ്പാവാതിരിക്കാൻ ഒന്നുകിൽ ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്യുക, ഒരു 4 5 ഒരു 10 ടൈംസ് വാഷ് ചെയ്യുക. അപ്പോൾ നല്ല ഒരു ചെളി കാണില്ല, എന്നാലും നല്ല ഒരു അഴുക്ക് കാണും കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊരു വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളപ്പിക്കാം കേട്ടോ, അത് സ്പ്രൗട്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് സ്പ്രൗട്ട്സ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പ്രൗട്ട് ചെയ്യാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്പ്രൗട്ട് ചെയ്താൽ നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൺ ഡ്രൈ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂഷ്വലി ഒരു 1-2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ഡ്രൈ ചെയ്ത് കിട്ടാറുണ്ട്. ഇനി നിങ്ങൾക്ക് വെയിൽ അത്യാവശ്യം കുറഞ്ഞ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു 2 3 4 ദിവസം നിങ്ങൾ കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, രാവിലെ നിങ്ങൾ വെയിലത്തുകൊണ്ട് ഉണക്കാൻ വെച്ചു, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂമിലോ ഡൈനിങ്ങിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് നല്ല മോസ്കിറ്റോ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങളിതിങ്ങനെ വിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ വിരിച്ചിടണം. അങ്ങനെ തന്നെ മൂടിക്കൊണ്ട് വെക്കരുത്. കാര്യം ഇത് ബൾക്കായിട്ട് ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെയിലത്തെടുക്കാൻ നോക്കുമ്പോൾ ചെറിയ സ്മെല്ലൊക്കെ വരും. അതുകൊണ്ട് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ അതൊന്നിങ്ങനെ വിരിച്ചൊന്നിട്ടേക്കാം. അങ്ങനെ 2-3 ദിവസമായിട്ട് ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് അത് പൊടിച്ചു വെക്കാം. ഓക്കെ, ഞാൻ യൂഷ്വലി ചെയ്യുന്നത് അതിൻ്റെ ഹാഫ് പൊടിച്ചു വെക്കാറുണ്ട്, ഹാഫ് ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. അത് ഇഡ്ഡലി ദോശ ബാറ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ, എങ്ങനെയാണ് ഒരു ഹെൽത്തി മൾട്ടിഗ്രെയിൻ ദോശ ഇഡ്ഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നിങ്ങൾ ഏത് കാറ്റഗറിക്കാരാണ്, നിങ്ങൾക്ക് കുഞ്ഞു ബേബീസ് ഉണ്ടോ, അതോ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ, അതോ നിങ്ങൾ ഏജ് ആയിട്ടുള്ള ആളാണോ, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ, നിങ്ങൾക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് മസ്റ്റായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാവർക്കും മില്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മില്ലറ്റ് നല്ലതാണെന്നൊക്കെ അറിയാം. എന്നാലും ചിലർക്ക് മില്ലറ്റ് ഏതൊക്കെ മേടിക്കണം. ഇപ്പം എൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റ് ഞാൻ പറയും മില്ലറ്റ് യൂസ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അവരപ്പോൾ നിങ്ങൾ പോയിട്ട് വീട്ടിൽ പോയിട്ട് തന്നെ വീണ്ടും വിളിക്കും, ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാമോ. സോ നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അടുത്ത് കാണാം. ഓക്കെ, താങ്ക് യു.